നിർദ്ദിഷ്ട തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയെ നഗരപരിധിയിൽ മാത്രം ഒതുക്കാതെ നഗരത്തിന്റെ തെക്കൻ മേഖലയിലേക്കും വടക്കൻ മേഖലയിലേക്കും കൂടി വ്യാപിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നുവരികയാണ്. പ്രത്യേകിച്ച് ആറ്റിങ്ങൽ, നെയ്യാറ്റിൻകര എന്നീ പ്രധാന നഗരപ്രദേശങ്ങളെ കൂടി മെട്രോ പദ്ധതിയുടെ അലൈൻമെന്റിൽ ഉൾപ്പെടുത്തണമെന്നതാണ് വിവിധ വ്യാപാര വ്യവസായ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം. ഈ വിഷയങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 23-ന് തിരുവനന്തപുരത്ത് സന്ദർശനം നടത്തുന്ന അവസരത്തിൽ ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് അദ്ദേഹത്തിന് ഔദ്യോഗിക നിവേദനം സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മെട്രോ പദ്ധതിക്ക് വേഗത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭ്യമാക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഒരു ദേശീയ ദിനപത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2017-ൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച നാഷണൽ മെട്രോ റെയിൽ പോളിസി പ്രകാരമുള്ള ജനസംഖ്യാ മാനദണ്ഡങ്ങളാണ് നിലവിൽ തിരുവനന്തപുരം മെട്രോ പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭിക്കുന്നതിൽ പ്രധാന തടസ്സമായി നിലകൊള്ളുന്നത്. സാധാരണയായി ഒരു നഗരത്തിൽ കുറഞ്ഞത് 20 ലക്ഷം ജനസംഖ്യയെങ്കിലും ഉണ്ടായാൽ മാത്രമേ മെട്രോ റെയിൽ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിക്കൂ എന്നാണ് നിബന്ധന. എന്നാൽ 2011-ലെ ജനസംഖ്യാ സെൻസസ് കണക്കുകൾ പ്രകാരം തിരുവനന്തപുരം നഗരത്തിലെ ആകെ ജനസംഖ്യ ഏകദേശം 16.8 ലക്ഷം മാത്രമാണ്. ഈ സാഹചര്യത്തിലാണ് ആറ്റിങ്ങൽ, നെയ്യാറ്റിൻകര എന്നീ സമീപ നഗരപ്രദേശങ്ങളെ കൂടി മെട്രോ പദ്ധതിയുടെ അലൈൻമെന്റിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ജനസംഖ്യാ മാനദണ്ഡം പാലിക്കാൻ സാധിക്കുമെന്ന നിലപാട് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് മുന്നോട്ട് വെക്കുന്നത്. ഈ നിർദ്ദേശത്തിന്റെ പ്രാധാന്യം മേയറെയും BJP നേതൃത്വത്തെയും നേരിൽ കണ്ട് വിശദീകരിച്ചതായും പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം സമർപ്പിക്കാൻ ശ്രമം നടക്കുകയുമാണ്. നിലവിൽ തയ്യാറാക്കിയ വിശദ പദ്ധതി രേഖ പരിഷ്കരിക്കേണ്ടി വന്നാലും അത് പ്രശ്നമല്ലെന്നും ദീർഘകാല വികസന കാഴ്ചപ്പാടോടെയാണ് ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നതെന്നുമാണ് റിപ്പോർട്ട്. നിലവിൽ തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെന്റ് പാപ്പനംകോട് മുതൽ ഈഞ്ചക്കൽ വരെ ഏകദേശം 31 കിലോമീറ്റർ ദൈർഘ്യമുള്ളതായാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ അലൈൻമെന്റിന് കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ സംസ്ഥാന സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകിയിരുന്നു. ടെക്നോ പാർക്ക്, തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം, തമ്പാനൂർ ബസ് ടെർമിനൽ, സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, സെക്രട്ടേറിയറ്റ്, മെഡിക്കൽ കോളേജ് തുടങ്ങിയ നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആകെ 27 സ്റ്റേഷനുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം അതിവേഗം വളരുന്ന ഒരു നഗരമാണ്. IT മേഖലയുടെ വ്യാപനം, വിദ്യാഭ്യാസ, ആരോഗ്യ സ്ഥാപനങ്ങളുടെ സാന്നിധ്യം, ടൂറിസം സാധ്യതകൾ എന്നിവ നഗരത്തിലേക്കുള്ള ജനപ്രവാഹം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ അനിവാര്യമായ പ്രതിഫലനമാണ് ഗതാഗതക്കുരുക്ക്. ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതി നഗരത്തിന്റെ സമഗ്ര ഗതാഗത പരിഹാരമായി ഉയർന്നു വന്നത്. നഗരത്തിലെ പ്രധാന റോഡുകൾ ദിവസേന വലിയ വാഹനഭാരമാണ് ഏറ്റുവാങ്ങുന്നത്. ബസ്, സ്വകാര്യ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ എന്നിവയുടെ എണ്ണം വർദ്ധിച്ചതോടെ യാത്രാസമയം കൂടുകയും പരിസ്ഥിതി മലിനീകരണം വർദ്ധിക്കുകയും ചെയ്തു. ദീർഘകാല പരിഹാരമായി വേഗതയേറിയതും സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമായ ഒരു ഗതാഗത സംവിധാനമാണ് മെട്രോ റെയിൽ. തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതി നഗരത്തിന്റെ പ്രധാന വാണിജ്യ, ഭരണ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് ആസൂത്രണം ചെയ്യുന്നത്. ഗതാഗതക്കുരുക്കുകൾ ഒഴിവാക്കി കൃത്യസമയത്ത് യാത്ര സാധ്യമാക്കുന്നു. ഇന്ധന ഉപഭോഗം കുറച്ച് കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സൗകര്യപ്രദമായ സ്റ്റേഷനുകൾ. മെട്രോ റെയിൽ പദ്ധതി ഗതാഗത സംവിധാനം മാത്രമല്ല, നഗരവികസനത്തിലുള്ള ഒരു പ്രേരക ശക്തിയുമാണ്. സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് വ്യാപാര സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, താമസ സൗകര്യങ്ങൾ എന്നിവ വികസിക്കാൻ സാധ്യതയുണ്ട്. ഇത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് ഊർജ്ജം നൽകുകയും ചെയ്യും. ഭൂമി ഏറ്റെടുപ്പ്, സാമ്പത്തിക നിക്ഷേപം, നിർമ്മാണഘട്ടത്തിലെ ഗതാഗത ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ വെല്ലുവിളികൾ പദ്ധതിക്കുണ്ട്. എന്നാൽ ശാസ്ത്രീയമായ ആസൂത്രണവും ജനപങ്കാളിത്തവും ഉറപ്പാക്കിയാൽ ഈ വെല്ലുവിളികൾ മറികടക്കാൻ കഴിയും. തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതി തലസ്ഥാന നഗരത്തിന്റെ ഗതാഗത ഭാവിയെ പുതുക്കിയെഴുതുന്ന ഒരു നിർണായക സംരംഭമാണ്. നഗരജീവിതം കൂടുതൽ സുഖകരവും കാര്യക്ഷമവുമാക്കാൻ ഈ പദ്ധതി സഹായിക്കുമെന്നതിൽ സംശയമില്ല. ശരിയായ നടപ്പാക്കലും ദീർഘകാല കാഴ്ചപ്പാടുമുണ്ടെങ്കിൽ തിരുവനന്തപുരം ഒരു ആധുനിക ഗതാഗത നഗരമായി മാറും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.